അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളെ മട്ടൻ ബിരിയാണി ടേസ്റ്റിങ് കേട്ടോ. അപ്പോൾ മട്ടൻ ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ ഉള്ളിയുണ്ട്, തൈരൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി സുറുക്കട്ട കേട്ടോ, പിന്നെ കുറച്ച് തൈരും, പിന്നെ നമ്മളെ ചിക്കൻ പൊരിച്ചത്, ഇതെല്ലാം കൂടി അങ്ങോട്ട് ഞാനും മക്കളും എല്ലാവരും കൂടി അടിച്ച് പൊളിക്കാൻ പോകും കേട്ടോ. നല്ല ദമ്മിട്ട മട്ടൻ, സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് ഇതൊന്ന് പാചകത്തിലേക്ക് പോയി വരാം. നല്ല മട്ടൻ, അത് എല്ലുള്ള പീസാണ് കേട്ടോ. ഞാൻ കുറച്ച് വേറൊരു റെസിപ്പി ചെയ്ത് ഓർമ്മയുണ്ട്, നമ്മളെ മട്ടൺ റോസ്റ്റ്, അത് ബോൺലെസ് ആക്കി ചെയ്തു. അപ്പോൾ ബാക്കി വന്ന് ആ എല്ലുള്ള എല്ലാ പീസും കൂടി ഏകദേശം ഒരു 1/2 കിലോളം ഉണ്ടാവും. അത് ഞാൻ ബിരിയാണിയിലേക്ക് എടുത്ത് വെച്ചാൽ കേട്ടോ. ആ എല്ലുള്ള പീസാണ് ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റ്. ആ എല്ലും നെയ്യും എല്ലാം കൂടി വരുമ്പോൾ ആ ഒരു ബിരിയാണി റൈസിന് നല്ലൊരു ഫ്ലേവർ വരും. ഇനി അതിലേക്ക് കുറച്ച് ഐറ്റംസ് നമുക്ക് ചേർക്കാനുണ്ട്. ഒരു വെല്ലുള്ളി നമ്മൾ ചേർത്ത് നൈസായിട്ട് അരിഞ്ഞ ഒരു വെല്ലുള്ളിയും ചേർക്കുന്നുണ്ട്. പിന്നെ ബിരിയാണി മസാല ഇല്ല, അപ്പോൾ തക്കാളി നിർബന്ധമാണ്. തക്കാളിയും ചേർക്കുക. കുറച്ച് നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, മല്ലിയില, പെരിഞ്ചീരം കുറച്ച് ചേർക്കേണ്ടിയിരുന്നു, പക്ഷെ അത് സാധനം ഇല്ലാണ്ടായി പോയി. വീട്ടിൽ നോക്കിയപ്പോൾ കുറച്ച് പെരിഞ്ചീരോട് ചേർത്താൽ അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാം. പിന്നെ നമ്മളെ ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ആണെങ്കിൽ അടിപൊളി. ബിരിയാണിക്ക് ഗരം മസാല നിർബന്ധമാണല്ലോ, അപ്പോൾ അതും ചേർക്കുക. ഉപ്പും ചേർത്ത് ഞാൻ ഇത് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പോകണം. അപ്പോൾ കുക്കറിലൊന്ന് വേവിക്കാൻ പോകണം. പിന്നെ മട്ടൺ ആയതുകൊണ്ട് ഞാനിതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ആണെങ്കിൽ അതിൻ്റെ ആവശ്യം ഞാൻ കുരുമുളക് പൊടി ചേർക്കാറില്ല, പക്ഷെ മട്ടൺ ഒരു പ്രത്യേക എരിവ് വേണം. ഇനി ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കുക, റൈസ് ചേർക്കുക, മിക്സ് ചെയ്ത് ദം ചെയ്യുക, അതാ പരിപാടി. അപ്പോൾ നമ്മൾ റൈസ് പ്രിപ്പയർ ചെയ്ത് എത്രയും സാധനങ്ങൾ എന്തൊക്കെയാണ്, പട്ടുണ്ട്, ഗ്രാമ്പുണ്ട്, കുരുമുളകുണ്ട്, ക്യാരറ്റ് ഉണ്ട്, തക്കാളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, മല്ലിച്ചപ്പുണ്ട്, പുതിനയിലുണ്ട്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ, ഇപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക, നമ്മൾ വീട്ടിലെ ആവശ്യം ഉണ്ടാക്കുകയല്ലേ, ഓയിലൊന്നുമല്ല ചേർക്കുക. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് നാരങ്ങാ നീരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി ചേർക്കുക, റൈസ് സ്റ്റിക്ക് ആവാതെ കിട്ടും. അതൊന്ന് നന്നായിട്ട് തിളച്ചോട്ടെ. ആവശ്യത്തിന് ഉപ്പ് ശരിക്ക് ലേശൊന്ന് മുകളിൽ നിൽക്കണം, അതാണ് എൻ്റെ ഒരു കണക്ക് കിട്ടും. ആ ചേർത്താൽ നമ്മൾ നല്ല കൈമ റൈസ്. അപ്പോൾ അരിൻ്റെ അളവൊക്കെ അറിയാലോ, 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ്സിനുള്ള ലെവലിൽ വെള്ളം എടുത്താൽ മതി. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച ആ അരിയും കൂടി, കൈമ റൈസും കൂടി ചേർത്ത് കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ലട്ടോ. വീട്ടിൽ വേറെ പാത്രം കാണാത്തതുകൊണ്ട് പെട്ടെന്ന് കുക്കർ എടുത്തേ ഉള്ളൂ, ഒരു അടി കെട്ടിയുള്ള പാത്രം. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാല, ചെറിയൊരു ഫ്ലേവറിന് അത്രയും ചേർക്കുക. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ സുഖം കിട്ടൂല. അപ്പോൾ ഇത് ഒരു സാധാരണ പാത്രത്തിലേക്ക് അടികട്ടിയുള്ള പാത്രം എടുത്താൽ നല്ലതെന്നേ ഉള്ളൂ. അപ്പോൾ കുക്കറൊന്നും വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മൂടി വെക്കാൻ പറ്റിയൊരു പാത്രം എടുത്തതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളച്ചാണ് ഇങ്ങനെ കുറുകി വരണം. റൈസ് വേവിക്കുമ്പോൾ എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിലിടുക, എന്നിട്ട് ആ വെള്ളം അങ്ങോട്ട് തിളച്ച് പറ്റുക, അത്രേ ഉദ്ദേശമുള്ളൂ. ബാക്കി വേവൊക്കെ ദമ്മിടുമ്പോൾ ഒക്കെ കറക്റ്റ് വന്നോളൂ, അല്ലാണ്ട് എങ്ങനെ മെല്ലെ വേവിക്കരുത്. അതുകൊണ്ട് അത് നന്നായിട്ട് തിളച്ച് വെന്ത് ഇനി അവസാനം കുറച്ച് നെയ്യും കൂടി ഒഴിച്ചാൽ അടിപൊളി. ലേശം നെയ്യും കൂടി ഞാൻ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കിടക്കട്ടെ, നാരങ്ങ നീരൊന്നും ഒഴിക്കാത്തതല്ലേ. അപ്പോൾ ആ നെയ്യും കൂടി അങ്ങോട്ട് ഒഴിച്ച് ഇങ്ങനെ വെള്ളമൊക്കെ അങ്ങോട്ട് വന്നാൽ വറ്റി വന്നാൽ എന്ത് ചെയ്യുക വെച്ചാൽ നേരെ അത് അവിടെ മൂടി വെച്ചേക്കുക. അല്ലാണ്ട് പിന്നെ അധികം തീയിലേക്കൊന്നും കഴിച്ചാൽ ചിലപ്പോൾ നന്നായിട്ട് അടി പിടിച്ച് കണ്ടാറടങ്ങിപ്പോകും. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വെള്ളം വറ്റിയാൽ അവിടെ ഇറക്കി, അടുപ്പത്ത് നേരെ ഇറക്കി വെച്ചിട്ട് അവിടെ മൂടി വെച്ചേക്കാം. അപ്പോൾ അതിൽ കിടന്ന് വെന്തോളും. കുക്കറിൻ്റെ മൂടി എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ മസാല മിക്സ് ചെയ്തിട്ട് ഇതിലിട്ട് ദം ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച ചിക്കൻ, ആ ഒരു എന്താ പറയുക, മട്ടൻ ഇറങ്ങി വന്ന വെള്ളം, കുറച്ച് വെള്ളം ഞാൻ ചേർത്തിരുന്നു, എന്നാലും ആ മട്ടൻ്റെ വെള്ളവും എല്ലാം കൂടിയാണ് ആ ഉള്ളിയൊക്കെ കിടന്ന് വെന്ത് നല്ലൊരു ഫ്ലേവറുണ്ട്. ഇതിൽ നമ്മൾ റൈസ് ഇട്ട് ദം ചെയ്യാൻ പോകും. അതിൻ്റെ മുകളിൽ കണ്ട റൈസ് ഉണ്ട്, കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് അവിടെ വെച്ചപ്പോൾ ആ റൈസിൻ്റെ ടെക്സ്ചറൊക്കെ മാറി വന്നതുണ്ടല്ലേ. ഇനി നമ്മൾ നേരെ അതെടുത്തിട്ട് ബിരിയാണിയിലേക്ക് ഇട്ട് ദം ചെയ്യും. ഞാൻ ആലോചിക്കുന്നത്, ബിരിയാണിക്കൊക്കെ പല നമ്മുടെ വീഡിയോസിൽ കളറൊക്കെ ചേർക്കുന്നത് കാണാം, ഈ മഞ്ഞപ്പൊടിയോ അങ്ങനെയൊക്കെ. എന്തിനാ അതിൻ്റെ ആവശ്യം എന്നുള്ളത് നമുക്ക് വീഡിയോൻ്റെ അവസാനം പറയാം കേട്ടോ. നമ്മൾ ആ വെള്ളമൊക്കെ അവിടെ നിന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ റൈസ് എടുക്കുക, ദം ചെയ്യുക. കണ്ടോ, നല്ല വെന്തുണ്ട് കേട്ടോ റൈസ്. അതതിൻ്റെ മുകളിലേക്ക് നമ്മളിത് റെസിപ്പി പഠിപ്പിക്കുന്നതല്ല കേട്ടോ, ആരും വീട്ടിലുണ്ടാക്കുന്നത് വീഡിയോ ആക്കി ചെയ്യുന്നുള്ളൂ. ഇത് കണ്ടു നോക്കി ആരും ചെയ്യാനൊന്നും നിൽക്കണ്ട. അങ്ങനെ വേറെ നല്ല അടിപൊളി വീഡിയോസൊക്കെ ഒരുപാട് വരും, നിങ്ങൾക്ക് നോക്കി പഠിക്കാനൊക്കെ. അപ്പോൾ ഇതിങ്ങനെ നന്നായി കൊണ്ട് പരത്തി റൈസൊക്കെ ഇട്ട് ദം ചെയ്യാറുണ്ട്. നമ്മളിതിൽ വേവാനൊന്നുമില്ല, ജസ്റ്റ് ആ റൈസിന് ടെക്സ്ചർ ഒന്ന് കറക്റ്റാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. കുറച്ചും കൂടി നെയ്യ് അതിൻ്റെ മുകളിൽ ഒഴിക്കുക, പിന്നെ കുറച്ച് ഫ്ലേവറിന് ഒരു ഗരം മസാലയും കൂടി ചേർത്താൽ ഒരു സെറ്റാണ്. കുറച്ച് നമ്മൾ ഉള്ളി വറുത്തതൊക്കെ ചേർക്കുക, അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടാവും ചേർക്കുക. പിന്നെ ഞാൻ നേരത്തെ കുരുമുളക് പൊട്ടിക്കാതെ ഇട്ടിരുന്നു കേട്ടോ റൈസിൽ, അപ്പോൾ അതാണ് അങ്ങനെ ഇത് മട്ടൻ വെക്കാനുള്ള ടേസ്റ്റാണ്. ഒരു നുള്ളി ഗരം മസാലയും ചേർത്ത് ഒന്ന് ഒതുക്കി വെക്കുക. കുറച്ച് മല്ലിയിലയൊക്കെ ചേർക്കുക അതിൻ്റെ മുകളിലുണ്ടെങ്കിൽ, കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ച് അതിൻ്റെ മുകളിൽ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് അവിടെ മൂടി വെക്കുന്നതേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ മൈദപ്പൊടി വെച്ച് അടയ്ക്കുന്നത്, കാരണം ഓൾറെഡി വെന്തതാണ് മട്ടനൊക്കെ. അടിയിൽ തീ ഫുള്ളായിട്ട് ഒഴിവാക്കിക്കളാം. ഞാൻ മട്ടൻ ആ വെള്ളം ഉള്ളതുകൊണ്ട് ആ തീ അവിടെ കണക്ട് ചെയ്തെന്നുള്ളായിരുന്നു. ആ തീ ഫുള്ളാക്കി ഒഴിവാക്കുക, മുകളിൽ അവിടെ തീയട്ടെ. കാരണം ആ റൈസ് ആ ഒരു
ദമ്മിൽ ഒരു ടെക്സ്ചർ മാറാനുണ്ട്, അതിന് വേണ്ടി മാത്രം. അല്ലാണ്ട് പീസൊക്കെ നമ്മൾ ഓൾറെഡി വേവിച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടും. ആ ഫുള്ള് തീയൊക്കെ അവിടെ നിന്നോട്ടെ, ഇനി നമുക്ക് കഴിക്കാൻ നേരം എടുത്താൽ മതി. ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ അവിടെ കിടക്കാനുണ്ടാവും ഇന്നത്തെ ടൈം വെച്ചിട്ട്. അതാ അവിടെ എങ്ങനെ കിടന്നോട്ടെ. ആ സമയം കൊണ്ട് ബിരിയാണിക്ക് കുറച്ച് ചിക്കൻ പൊരിച്ച് ഞാൻ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ചെറിയ പീസാക്കി വെച്ച ചിക്കൻ ഉണ്ടായിരുന്നു. അത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക്, കുരുമുളക്, മല്ലിപ്പൊടി, ചിക്കൻ മസാല എല്ലാം കൂടി ചേർത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. അതങ്ങോട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുക. ബിരിയാണീൻ്റെ സൈഡിൽ ചിക്കൻ പൊരിച്ചെണ്ണയിൽ എപ്പോഴും ഒരു ടേസ്റ്റ് അല്ലേ. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കണ്ടില്ലേ, അതേപോലെ തന്നെ ഒരു ടേസ്റ്റ് നമ്മളെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ മട്ടൻ ബിരിയാണി, ചിക്കൻ പൊരിച്ചോട്ടെ ഇന്നത്തെ പരിപാടി. അതാ വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കാം. നമ്മളെ ബിരിയാണി അവിടെ കിടന്ന് ഇങ്ങനെ ആവുന്നുണ്ട്. ആ വെന്തതാണ്, അത് അവിടെ കിടന്നോട്ടെ, മറ്റൊന്നുമില്ല. അത് കഴിക്കുമ്പോൾ നല്ല ചൂടോട് കഴിക്കാമല്ലോ. ചിക്കൻ പൊരിച്ചോ റെഡി ആയി വരുന്നുണ്ട് കേട്ടോ. ചെറിയ പീസാക്കി ചിക്കൻ പൊരിച്ചാൽ നല്ല പെട്ടെന്ന് ആവുകയും ചെയ്യും. നല്ല ഒരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് വീട്ടിലും ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് എപ്പോഴും ഞാൻ ഇതൊക്കെ പൊരിക്കുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കറിവേപ്പില എന്തായാലും ഇടുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകും ചേർക്കുക, നല്ലൊരു ടേസ്റ്റാണ്. പച്ചമുളക് ഫ്രൈ ചെയ്ത് ഇങ്ങനെ ഇതിൻ്റെ കൂടെ കടിച്ച് കഴിക്കാൻ നല്ല വലിയ എരിവൊന്നും ഉണ്ടാവില്ലല്ലോ, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതാണ് നമ്മളെ ചിക്കൻ പൊരിച്ച ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടി കൊണ്ടുപോയിട്ട് മക്കളെയും കൂട്ടി കഴിച്ചു നോക്കുന്ന പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി എടുത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു ഇലയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. നമ്മളെ മട്ടൻ ബിരിയാണി കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി സുർക്കിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, ക്യാരറ്റ്, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് തൈരും ഉണ്ട്. പിന്നെ നമ്മളെ ചിക്കൻ പൊരിച്ചും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുടങ്ങിയാലോ പരിപാടി. ഇപ്പോൾ പോവേനെല്ലാം കൂടി മോൻ ഊഞ്ഞാലാടിച്ച്. അപ്പോൾ എന്തായാലും തുറന്ന് കാണിച്ചുതരാം എങ്ങനെ ഉണ്ടാകും. ഞാൻ തുറന്ന് നോക്കിയില്ല കേട്ടോ, എന്താ സ്ഥിതിയുള്ളത്. നമ്മൾ തീയൊന്നും വെക്കാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ. ആ റൈസൊക്കെ ഒരു ദം ചെയ്ത റൈസിനൊരു പ്രത്യേകത വരും. അപ്പോൾ നല്ല അടിച്ചു വയ്ക്കാമല്ലോ. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് ആരും ഉണ്ടാക്കുകയൊന്നും വേണ്ട, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സംഭവം കേട്ടോ. അപ്പോൾ നല്ല പൊട്ടിച്ച് മിക്സ് ചെയ്ത് കുറച്ച് കട്ട പോലെയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ മെല്ലെ മിക്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലുള്ള പീസ് എടുക്കണം. മട്ടനായാലും ചിക്കനായാലും എല്ലുള്ള പീസാണ് ആ ഒരു ടേസ്റ്റ്. കണ്ട കളർ കണ്ടില്ലേ, നമ്മൾ എന്തെങ്കിലും കളർ ചേർത്തിരുന്നത്. ബിരിയാണിക്ക് ആവശ്യമുള്ള കളർ ആ ബിരിയാണീൻ്റെ മസാലയിൽ തന്നെ വരും. നമ്മൾ ആ അടിയിലുള്ള വെള്ളമൊക്കെ അവിടെ പോയി അതൊക്കെ ബിരിയാണിയിൽ കറക്റ്റ് വരും. കണ്ടില്ല ആ കളർ കണ്ടല്ലോ, ആ മസാലേൻ്റെ കളർ വരും ബിരിയാണിയിലേക്ക്. അത് മതി, വെറുതെ കളർ ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതിങ്ങനെ വിളമ്പിയിടുക, അങ്ങനെ കൂട്ടി കൂട്ടി അങ്ങനെ കഴിക്കുക. ഓവർ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഓവർ മസാല ആക്കേണ്ട ആ ഒരു നമ്മൾ ചില കാലത്തൊക്കെ റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്, ബീഫ് റോസ്റ്റ് പോലെയൊക്കെ മസാല അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ബിരിയാണി നമുക്ക് ഇങ്ങനെ നമ്മൾ ദം ചെയ്ത് വെക്കും, ആ റൈസിലെ കറക്റ്റ് ആ ഫ്ലേവർ ഉണ്ടാവും. ആ പീസും കൂട്ടി അങ്ങോട്ട് പിടിച്ചാൽ മതി. അപ്പോൾ ഒരു ചിക്കൻ പൊരിച്ചൊക്കെ എടുത്ത് വെച്ച് ആ ഭംഗിക്ക് തന്നെ കഴിക്കാം അല്ലേ. പിന്നെ ഇത് നമ്മളെ ക്യാരറ്റ് ഉണ്ട്, പച്ചമുളകുണ്ട്, കുറച്ച് മല്ലിച്ചപ്പുണ്ട്, കറിവേപ്പിലുണ്ട്, എല്ലാം കൂടിയിട്ടുള്ള തൈര് സാലഡ്. ഇത് പച്ചമുളക്, ഉപ്പ്, പിന്നെ നല്ല നൈസായിട്ട് അരിഞ്ഞ് മുളക്. നമ്മളെ റേമത്തോട്ടൽ നടത്തി തിന്നാൻ ശീലിച്ച് അന്ന് പണ്ട് കാലത്ത് തിന്നുമ്പോൾ അവിടെ മാത്രമേ കിട്ടുള്ളായിരുന്നു. അങ്ങനെ ഒരു ശീലമാണ് ബിരിയാണീൻ്റെ കൂടെ അത്. അപ്പോൾ മട്ടനൊക്കെ അല്ല നന്നായിട്ട് വെന്ത് ദമ്മും കൂടി ചെയ്യുമ്പോൾ വേറെ ടെക്സ്ചർ വരാനുണ്ട്. അതാണ് എപ്പോഴും ദം ചെയ്യുന്നത്. അതിങ്ങനെ കൂട്ടിയതാ ഒരു പിടിയും കൊണ്ടെടുത്ത് കഴിച്ചു നോക്കും. എന്തായാലും സാധനം ടേസ്റ്റ് ഉണ്ട്, കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും സാധനം റെഡിയാണ്. ലൈലുള്ള പീസിൻ്റെ ആ മച്ചൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും മക്ക കൂടി കൊടുത്ത് നോക്കട്ടെ. മോനെ കിട്ടാൻ പാടാ, വന്നാൽ തന്നെ നോക്കുക, കൊടുത്തു നോക്കട്ടെ. മൂപ്പരാകും പറഞ്ഞു, മൂപ്പര് പോയി. അതാണ് ചിക്കൻ പൊരിച്ച ഇഷ്ടമായിട്ട് എന്നാലും ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഓരോ പീസ്. അപ്പോളേ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാമറാമാനുള്ളത്
വൈഫാട്ടോ, ക്യാമറാമാനല്ല, ക്യാമറ വുമൺ. അപ്പോൾ അടിപൊളി. അപ്പോൾ നേരത്തെ പറഞ്ഞ് മറക്കണ്ട, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഒരു ലൈക്ക് അടിച്ചിട്ട്, ലൈക്ക് അടിച്ചാൽ വീണ്ടും വീണ്ടും വേറെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോസ് ഇട്ടോ, കുക്കിംഗ് റെസിപ്പീസ് ഒന്നും ചെയ്യുന്ന ആളൊന്നുമല്ലേ, ചെറിയ ചെറിയ വീട്ടിലുണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ കാണാം. പിന്നെ കുറച്ച് ഹോട്ടൽ റിവ്യൂസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ചെറിയ ചാനൽ. ഓക്കെ, അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണുന്നത് നമ്മളെ മട്ടൺ റോസ്റ്റിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് കണ്ടു വെക്കാണ്ടി. അത് നമ്മളെ ഇതിൽ എന്താ പറയുക, ബോൺലെസ് ആയിട്ടുള്ള മട്ടൺ റോസ്റ്റ് അതും ചെയ്തിരുന്നു, ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങിയത്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോ കണ്ടു വെക്കുക, ഞാൻ ഇതിൻ്റെ കൂടെ പിൻ ചെയ്ത് വെക്കാം ആ വീഡിയോ. അപ്പോൾ ശരി, എന്നാൽ പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കിട്ടോ.